വോട്ടെടുപ്പിലൂടെയാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം നടക്കുന്നതെങ്കിൽ നമുക്ക് പലതും നഷ്ടമായേനെ. ഒറ്റ വോട്ടിനൊക്കെ നമ്മുടെ ജീവിതം മാറിമറിയുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ. 1649 ഒറ്റ വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് ഇംഗ്ലണ്ടിലെ രാജാവായിരുന്ന ചാൾസ് ഒന്നാമൻ്റെ തല വെട്ടിക്കൊന്നത്. 1875 ഫ്രാൻസ് രാജവാഴ്ചയിൽ നിന്നും ഒരു റിപ്പബ്ലിക് രാജ്യമായത് ഒറ്റ വോട്ടിൻ്റെ പിൻബലത്തിലാണ്. 1876 റദർഫർഡ് ഹെയ്സ് അമേരിക്കയുടെ പ്രസിഡൻ്റായത് ഒരൊറ്റ ഇലക്ടോറൽ വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. 1923 അഡോൾഫ് ഹിറ്റ്ലർ ജർമ്മനിയിലെ നാസി പാർട്ടിയുടെ നേതാവായത് ഒരൊറ്റ വോട്ടിൻ്റെ ബലത്തിലാണ്. ഒരു വോട്ടിൻ്റെ ബലത്തിൽ എത്രയോ നേതാക്കന്മാർ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഒരൊറ്റ വോട്ടിൻ്റെ ബലത്തിൽ എത്ര കഴിവുള്ളവർ പുറന്തള്ളപ്പെട്ടിട്ടുണ്ട്. ഒരാൾ മാറി വോട്ട് ചെയ്തതിൻ്റെ പേരിൽ എത്രയോ ബില്ലുകൾ പാസ്സായിട്ടുണ്ട്. എത്രയോ തീരുമാനങ്ങൾ ഒരൊറ്റ വോട്ടിൻ്റെ പിൻബലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്, തള്ളപ്പെട്ടിട്ടുണ്ട്. പല തീരുമാനങ്ങളും തെറ്റാണെന്ന് പിന്നീട് തെളിയിക്കപ്പെട്ടിട്ടുമുണ്ട്. ലോകത്തിൻ്റെയും സമൂഹത്തിൻ്റെയും കൂട്ടങ്ങളുടെയും ഭാവി മാറ്റിമറിക്കുവാൻ ഒരൊറ്റ വോട്ടിന് സാധ്യമാകും. ദൈവവും നമ്മെ വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുത്താൽ നാം എത്ര പേര് അംഗീകരിക്കപ്പെടും, പിന്തള്ളപ്പെടും. ഈ ലോകത്തിൽ മനുഷ്യർ നമ്മെ കൈക്കൊള്ളുന്ന രീതിയിൽ ദൈവവും നമ്മെ കൈക്കൊണ്ടാൽ നമ്മിൽ എത്ര പേര് ദൈവത്തെ കാണും. എന്നാൽ നമ്മെ തിരഞ്ഞെടുക്കുന്ന ദൗത്യം ദൈവം ആർക്കും കൊടുത്തില്ല. ഒരു വ്യക്തിക്കും സഭയ്ക്കും കൂട്ടത്തിനും ഭരണാധികാരിക്കും ദൈവം ആ അവകാശം കൊടുത്തില്ല. അവർക്ക് ആ അധികാരം ഉണ്ടായിരുന്നെങ്കിൽ നാം പലരും ഒരു വോട്ടിനും മറ്റും പരാജിതരായനെ. നമ്മെ അതുകൊണ്ട് ദൈവം നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ തിരഞ്ഞെടുത്തു. ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ മുന്നറിഞ്ഞു. ആരും നമ്മുടെ ആകൃതി ദർശിക്കുന്നതിന് മുന്നമേ ദൈവം നമ്മെ തൻ്റെ സ്വന്തമാക്കി. നമുക്ക് പോലും അറിയില്ല നമ്മിലുള്ള നന്മ എന്താണെന്ന്. അതിനെ ദൈവത്തിൻ്റെ ഇഷ്ടമെന്നാണ് വിളിക്കുന്നത്. നമ്മെ തിരഞ്ഞെടുക്കുന്നത് ദൈവത്തിന് ഇഷ്ടമായിരുന്നു. ആ ദൈവസ്നേഹത്തിൽ നിന്നും നമ്മെ വേർപിരിക്കുവാൻ മരണത്തിനോ ജീവനോ ഉയരത്തിനോ ആഴത്തിനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഒരു സൃഷ്ടിക്കോ സാധ്യമല്ല. നമ്മിൽ ഉള്ള അയോഗ്യതകളൊക്കെ വെളിപ്പെടുന്നതിന് മുന്നമേ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. ആ തിരഞ്ഞെടുപ്പാണ് ലോകത്തിലെ നിലനിൽക്കുന്ന തിരഞ്ഞെടുപ്പ്. ലോകം ഇന്ന് തിരഞ്ഞെടുത്തതിനെ നാളെ മറ്റൊരു തിരഞ്ഞെടുപ്പിലൂടെ തോൽപ്പിക്കും, പുറന്തള്ളും. എന്നാൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് നിത്യമാണ്. അതിനെ സ്വാധീനിക്കുവാൻ ആർക്കും കഴിയുകയില്ല. മനുഷ്യർ തള്ളിയതിനെയാണ് ദൈവത്തിന് വേണ്ടത്. തിരഞ്ഞെടുക്കപ്പെട്ടവർ ദൈവത്തെ വിട്ടുപിരിയുവാൻ പാടില്ല. ദൈവത്തോട് ചേർന്ന് ദൈവസന്നിധിയുടെ ചൂടനുഭവിച്ച് കർത്താവിൻ്റെ മാറോട് ചേർന്ന് ജീവിക്കണം. ദുരഭിമാനത്തോടെയല്ല, വിനയത്തോടെ ജീവിക്കണം. ഞാൻ അത്യുന്നതനായവനെ വാഴ്ത്തി എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ സ്മരിച്ച് ബഹുമാനിക്കുകയും ചെയ്തു. അവൻ്റെ ആധിപത്യം എന്നേക്കുമുള്ള ആധിപത്യവും അവൻ്റെ രാജ്യത്വം തലമുറ തലമുറയായുള്ളതും അല്ലോ. അവൻ സർവഭൂവാസികളെയും നാസ്തിയായി എണ്ണുന്നു. സ്വർഗീയ സൈന്യത്തോടും ഭൂവാസികളോടും ഇഷ്ടം പോലെ പ്രവർത്തിക്കുന്നു. അവൻ്റെ കൈ തടുപ്പാനോ നീ എന്ത് ചെയ്യുന്നുവെന്ന് അവനോട് ചോദിപ്പാനോ ആർക്കും കഴിയുകയില്ല. ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ.